എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയൊരു വീഡിയോ ആണിത്. ഒരു 1.5 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ വീഡിയോയ്ക്ക്. എന്നാൽ ഈ സ്ഥലവും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൈത്തറി വ്യവസായം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രാമമാണിത്. എന്നാൽ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം, ഇവരെങ്ങനെ ഇങ്ങോട്ട് വന്നു, അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ എത്തുന്നവരെ. നമുക്കത് ഒന്നിച്ച് കേൾക്കാം. ഇങ്ങനൊരു ഗ്രാമത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പക്ക നാടൻ വേഷത്തിൽ വന്നത്. എന്നാൽ നേരെ തിരിച്ച എൻ്റെ അനിയത്തി. ആദ്യമേ പറയാം, ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല. ആദ്യമായി ഞാനൊരു വ്ളോഗ് എടുക്കുന്നത് ഇതിലൂടെയാണ്. ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഞങ്ങൾ. അപ്പോൾ ചുമ്മാ വ്ളോഗ് എടുക്കാൻ തോന്നി, എടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രമോഷൻ വീഡിയോ അല്ല കേട്ടോ. അതിനൊക്കെ മുന്നേ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണ്ടേ. ഫസ്റ്റ് അത്. എനിക്കങ്ങനെ ഷോപ്പിംഗ് വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പോകുന്നു, നോക്കുന്നു, ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കുറേ ഡ്രസ്സ് നോക്കി, കുറേ ഡ്രസ്സ് ഇട്ട് നോക്കി എനിക്കൊന്നും അതിനോട് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. താല്പര്യമില്ലാത്തതുകൊണ്ടാട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ഈ സ്ഥലം, ഈ ഒരു വീട് പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? ഇവിടെ ഇരുന്നു ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. എന്തോ അതും സാരിയല്ലേ. സാരി ആർക്കാ ഇഷ്ടമല്ലാത്തത്? സാരി ഉടുത്ത് കാണാനും ഉടുക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത് ഉടുത്ത് നോക്കിയാൽ എങ്ങനെയുണ്ടാവും? ആ സാരി മാറ്റി വെച്ചു കേട്ടോ. ഞാൻ വേറെ സാരി സെലക്ട് ചെയ്തു. ഇതെന്നെ ഉടുപ്പിക്കാൻ പോവാ. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഡ്രസ്സ് സാരിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഉടുപ്പിക്കുന്നതൊക്കെ. എന്നെ ഉടുപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എന്തായാലും എനിക്ക് എന്നെ അങ്ങനെ ഉടുപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചേച്ചിമാരാണെങ്കിലും കണ്ടില്ലേ, 3 പേരും ഒന്നിച്ച് എന്നെ ഉടുപ്പിക്കുന്നത്. എന്തോ എനിക്കൊരു ബ്രൈഡിനെ പോലെയൊക്കെ ഫീൽ ചെയ്തു. രസമല്ലേ അല്ലേ? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞാൻ സെലക്ട് ചെയ്തതും ഈ സാരി തന്നെയായിരുന്നു. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാരിയിൽ കംഫർട്ടബിളാണ്. ഞാൻ കൂടുതലും ഇപ്പോൾ മാരേജിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഒക്കെ സാരി ഉടുക്കാനാണ് ശ്രമിക്കാറ് കൂടുതലും. പണ്ട് തൊട്ടേ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കെന്തോ ഇവിടുത്തെ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോന്നെടുത്ത് നോക്കുവാണ്. എനിക്കെന്തോ എന്താ പറയുക, എനിക്കിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ എല്ലാം മേടിക്കണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ഞാൻ അനിയത്തിയോട് തന്നെ പറയുമോ, എനിക്കൊക്കെ വേണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത്. കൊള്ളാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇത് ഗ്രാമമാണെന്ന്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ. എന്തോ ഭയങ്കര സൈലൻസ് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ഥലം. സാരി മാത്രം മേടിക്കാൻ വന്ന് ഞാൻ ഓരോന്ന് എടുത്ത് നോക്കി ഇട്ട് നോക്കുക. എന്തോ ചില ദിവസം നമ്മൾ ഹൈപ്പർ ആവത്തില്ലേ, അതുപോലെ ഒരു ദിവസമായിരുന്നു അന്ന്. ഇനി നമുക്ക് ഇവരുടെ വന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതൊക്കെ ചോദിച്ചറിയാം അല്ലേ? 500 കൊല്ലത്തിന് മുമ്പ് നമ്മളെ തിരുവിതാംകൂർ മഹാരാജ മൈസൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ് ഞങ്ങളെ. അതായത് ചില കുടുംബങ്ങളെ, അതായത് ഞങ്ങൾ കുലം ഗോത്രം എന്താണെന്നറിയാം, ദേവാംഗ സെട്ടിയാറാണ്. ദേവാദികളെന്നെ നയിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഉൽപ്പത്തി ചെയ്തതാണ് ദേവാദികൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്ത് തൊഴിൽ ഞങ്ങൾക്ക് അവിടെ മൈസൂരിൽ നെയ്ത് കൊണ്ട് അവിടെയൊക്കെ കൊടുത്തത്. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് തുണികളൊക്കെ വേണ്ട. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ പോകാനാവില്ല. അതിനു വേണ്ടി ചില കുടുംബങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് സ്വന്തമായിട്ട് കേരളത്തിൽ അവൻ്റെ സ്വന്തം സ്ഥലങ്ങളൊക്കെ കൊടുത്ത് വീട് കെട്ടി അവർക്ക് നെയ്പ്പിക്കാൻ അങ്ങനെ കൊടുത്ത് ഇങ്ങനെ വലുതായത്. ഇതന്നെ ശരിക്കുള്ളത് 500 കൊല്ലത്തിന് മുമ്പ്. 500 കൊല്ലത്തിന് മുമ്പ് തിരുവിതാംകൂർ ഉണ്ടാവല്ലോ, രാജാക്കള് അങ്ങനെ പറമ്പാടിയായിട്ട് വന്നുകൊണ്ടേയിരിക്കല്ലോ. അങ്ങനെ അതിലൊരു രാജാവ്.
അങ്ങനെയാണ് നമ്മുടെ ഈ കുത്താമ്പളി തെരുവിലെ നമ്മുടെ ദേവാംഗ ചെട്ടിയാർ മാത്രം. അതൊരു നമ്മുടെ ഒരു കുലമാണത്, കുലം ഗോത്രം. അതങ്ങനെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ വേറെ ആൾക്കാരൊന്നും നാടിൻ്റെ ഉള്ളിലൊന്നും വരണ്ട, വേറെ ആൾക്കാരുണ്ട് ഇല്ലല്ലേ? നമ്മുടെ ആൾക്കാർ മാത്രം. പിന്നെ ഞങ്ങൾക്ക് പഠിക്കണത് മലയാളം, സംസാരിക്കുന്നത് മാത്രമേ കന്നഡുള്ളൂ. കന്നഡ സംസാരിക്കും അല്ലേ? നമ്മളിപ്പോൾ തായ് ഭാഷ കന്നഡാണ്. ഇപ്പോഴും സംസാരിക്കും. ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കന്നഡ, പക്ഷെ പഠിക്കുന്നത് മലയാളം. നമ്മൾ ഇരിക്കുന്നത് കേരളത്തിലല്ലേ, അതുകൊണ്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ തമിഴ്നാടിലുണ്ട്, അവർ തമിഴ് പഠിക്കും അങ്ങനെ. പിന്നെ നമ്മൾക്ക് കേരളത്തിലായിട്ട് കച്ചവടം വ്യാപാരം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ നമ്മൾ ഒരു പെണ്ണ് കൊടുക്കലോ എടുക്കലോ ഒന്നുമില്ല. ഇല്ല, നമ്മുടെ ആൾക്കാരില്ല. എവിടെയെങ്കിലും ഒരാളുണ്ടാവായിരിക്കും, അത്ര തന്നെ. നമ്മുടെ ആൾക്കാർ മുഴുവൻ തമിഴ്നാടാണ്. തിരുപ്പൂരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരുണ്ട്. അങ്ങനെ തമിഴ്നാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, സേലം, ഇങ്ങനെ പൊള്ളാച്ചി, ഇങ്ങനൊക്കെ രാജ്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോക്കും വരവും ഒക്കെ പെണ്ണെടുക്കലോ കൊടുക്കലോ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്കാകെ സന്തോഷമാണ്.